ഹേയ് ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ആമസോണിൽ തന്നെ ടോപ്പ് 3 സെല്ലിംഗ് ആയിട്ടുള്ള ഗെയിമിംഗ് മൗസ് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് കമ്പാരിസൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് ബീറ്റിന്റെ റിബ്ജൗസ് എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് മൗസ് ഉണ്ട്, വയർലെസ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു വയർലെസ് ഗെയിമിംഗ് മൗസ് എന്ന് വെച്ചാൽ യൂറോ ഗെയിംസിന്റെ ഒരു വയർലെസ് ഗെയിമിംഗ് മൗസ് ആണ്. പിന്നെ മൂന്നാമത്തത് നമ്മുടെ സെബ്രോണിക്സിന്റെ ഒരു വയേർഡ് ഗെയിമിംഗ് മൗസ് ആണ്. അതൊട്ടുമിക്ക എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉള്ള ഒരു വയേർഡ് ഗെയിമിംഗ് മൗസ് ആണ്. പിന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് നിങ്ങൾ അത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഈ റെഡ് ഡ്രാഗൺ M18 Pro എന്നുള്ള വയർലെസ് ഗെയിമിംഗ് മൗസ് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് മേടിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ വെറും 100 ലൈക്കാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. അപ്പോൾ ഞാൻ ആമസോണൊക്കെ എടുത്ത് തപ്പി നോക്കിയപ്പോൾ ആമസോണിൽ തന്നെ ടോപ്പ് 3 സെയിൽഡ് ആയിട്ടുള്ള മൗസ് ആണ്. ഇത് നമുക്ക് പൊതുവെ 500 തൊട്ട് 1000 രൂപ ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വയേർഡ് കാറ്റഗറിയിൽ നിന്ന് ചൂസ് ചെയ്തിട്ടുള്ളതാണ് സെബ്രോണിക്സിന്റെ സെബ് ട്രാൻസ്ഫോം എന്നിട്ടുള്ള മൗസ്. അപ്പോൾ ഈ മൗസാണ് ടോപ്പ് സെയിൽഡ് മൗസ്. അപ്പോൾ ഈ മൗസിന് ടോട്ടൽ 6 ബട്ടൺസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾക്കും അതിലെ സൈഡ് ബട്ടൺസും കാര്യങ്ങളെല്ലാം യൂസ്ഫുൾ ആവും. പിന്നെ DPI ആണെങ്കിലും അത്യാവശ്യം നല്ല DPI ഉണ്ട്, 3200 DPI ഉണ്ട്. സോ അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം, പിന്നെ അതുപോലെ സൈഡ് മൗണ്ടഡ് ബട്ടൺ ആയാലും അതുപോലെ അത്യാവശ്യം നല്ല DPI ആയാലും എല്ലാതും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വയേർഡ് ബഡ്ജറ്റ് കാറ്റഗറി മൗസ്. അതും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആണ് കേട്ടോ. സെബ്രോണിക്സ് ബ്രാൻഡിന്റെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സെബ്രോണിക്സിന്റെ സെബ് ട്രാൻസ്ഫോമർ എന്ന മൗസിന്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വയേർഡ് മൗസ് ഇഷ്ടമല്ല, വയർലെസ് ആണ് വേണ്ടെങ്കിൽ മറ്റ് 2 മൗസുകളുണ്ട്. അപ്പോൾ ഈ ബാക്കി 2 മൗസിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ലുക്കിന്റെ കാര്യങ്ങളിലായാലും ഇപ്പോൾ പാക്കിങ്ങിന്റെ കാര്യങ്ങളാണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും എല്ലാതും ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ആകെ വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയിലും പെർഫോമൻസിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. മറ്റൊന്നല്ല, ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഓഫ് ബീറ്റിന്റെ റിബ്ജോസ് കുറച്ചും കൂടി മുന്നിലാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് പെർഫോമൻസ് വൈസ് നേരെ തിരിച്ചാണ് തോന്നിയത് കേട്ടോ. ഓഫ് ബീറ്റിന്റെ റിബ്ജോസ് കുറച്ചുകൂടി എന്തോ സെൻസർ പോരായ്മ എനിക്ക് തോന്നി. പിന്നെ അതുപോലെ യൂസ് ചെയ്യുമ്പോഴായാലും ഇപ്പൊ മൗസ് പാഡ് ആയിട്ട് കുറച്ചും കൂടി ഫ്രിക്ഷൻ കൂടുതലാണ് ഓഫ് ബീറ്റിന്റെ റിബ്ജോസിന്. പിന്നെ ഗൈസ്, ഞാനിപ്പോ ഈ കാണിക്കുന്ന 3 മൗസിനും ഇത്രയധികം DPI കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു കോമ്പറ്റീറ്റീവ് പ്രൊഫഷണൽ ഗെയിമിംഗ് മൗസ് അല്ല. പിന്നെ ബഡ്ജറ്റ് കാറ്റഗറിയിൽ എന്ന് പറയുമ്പോൾ ഇതിന് അതിൻ്റെതായിട്ടുള്ള പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ 3 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വയേർഡ് ആയിട്ടുള്ള സെബ്രോണിക്സിന്റെ ഗെയിമിംഗ് മൗസിനാണ് ഇത്തിരി കൂടി പ്രിഫറബിൾ ആയിട്ട് തോന്നിയത്. കാരണം അതിന്റെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും അതിന്റെ ബട്ടൺസിന്റെ ക്ലിക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ്. പിന്നെ ഈ 3 മൗസുകളിലും RGB സിങ്ക് അതുപോലത്തെ മറ്റ് ഫീച്ചേഴ്സ് ഒന്നുമില്ല. ജസ്റ്റ് നോർമൽ പ്രീസെറ്റ് RGB മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അതിന് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ല. ജസ്റ്റ് ഓഫ് ആക്കാനും ഓൺ ആക്കാനും മാത്രം പറ്റും. യൂറോ ഗെയിംസിന്റെ മൗസ് അടിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിന് കുറച്ച് കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ടായി. അത് ചിലപ്പോൾ എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റിന്റെ ആവാം. കുറച്ച് നാളെ ഒരു കുഴപ്പമില്ല ഓടി, പക്ഷെ പിന്നെ അത് കണക്ടിവിറ്റി ഇഷ്യൂസ് കാണിച്ചു. പിന്നെ ബാറ്ററി കപ്പാസിറ്റി ഈ 2 വയർലെസ് മൗസിനും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിന്റെ ചാർജിങ് പോർട്ട് നമ്മുടെ യൂറോ ഗെയിംസിൽ Type-C ആണ് വരുന്നെങ്കിൽ നമ്മുടെ ഓഫ് ബീറ്റിൽ വരുന്നത് Type-A ആണ്. അതെനിക്ക് അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ 3 മൗസുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ ഇതിൽ നിങ്ങൾക്ക് ഏത് മൗസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഓരോ മൗസിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിലും അതിനും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ഗുണങ്ങളും ഉണ്ട്. പക്ഷെ എന്റെ ഫേവറേറ്റ് ഏതാന്ന് വെച്ചാൽ സെബ്രോണിക്സിന്റെ ഈ വയേർഡ് മൗസ് തന്നെയാണ്. അതിന്റെ ഹാർഡ്വെയർ പെർഫോമൻസ് ആയാലും കംഫർട്ട് ആയാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെബ്രോണിക്സിന്റെ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വയർലെസ് ഒക്കെ ആണെങ്കിൽ ഇത്തിരി കൂടി കൂടിയ ബഡ്ജറ്റിന്റെ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പക്ഷെ എന്നിട്ട് നല്ലൊരു നോർമൽ ഗെയിമിംഗ് സിനാറിയോസിൽ നമുക്ക് ഇത് മോർ ദാൻ ഇനഫ് ആണ് ഈ പറഞ്ഞ 3 മൗസുകൾ. നിങ്ങൾക്ക് ഇത്തിരി കൂടി കോമ്പറ്റീറ്റീവ് ഗെയിമിങ്ങും അതുപോലെ തന്നെ ഇത്തിരി കൂടി നല്ലൊരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ 4ാമതായിട്ട് പറഞ്ഞൊരു മൗസില്ലേ, അതിന്റെ വീഡിയോ ഉടനെ വരുന്നതാണ്. സോ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. സോ ഗൈസ്, നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 500ഉം 1000 അല്ലാണ്ട് ഒരു 2000 വരെയൊക്കെ പോവുമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായില്ലേ 100 ലൈക്ക് അടിക്കണമെങ്കിൽ ഒരു മൗസിന്റെ അൺബോക്സിങ് വീഡിയോ എടുക്കും. സോ ആ വീഡിയോ അഥവാ നിങ്ങൾ 100 ലൈക്ക് അടിച്ചിട്ട് ഞാൻ ഇടുവാണെങ്കിൽ ആ വീഡിയോ ഏകദേശം ഇവിടെ ഇട്ടായിരിക്കും വരാം. സോ അത് ക്ലിക്ക് ചെയ്യുക, ആ വീഡിയോ കണ്ടു നോക്കുക. നല്ലൊരു വെർത്തി മൗസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കോമ്പറ്റീവ് ഗെയിമിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഇട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ ഓൾ ആയിട്ട് എനേബിൾ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.